why did I take this decision? കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. They are going somewhere, but I am stuck. So അന്നാണ് ഞാൻ ഒരു ആക്ച്വൽ റിസർച്ച് മോഡിലേക്ക് പോയത്. വാട്ട് ആർ ദ ഡിഫറെന്റ് കോഴ്സസ് ദാറ്റ് ക്യാൻ ഓഫർ എ സിമിലർ ലൈഫ് സ്റ്റൈൽ ദാറ്റ് എ ഡോക്ടർ ഹാസ് ഓർ ദാറ്റ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് എഞ്ചിനീയർ ഹാസ്. അങ്ങനെ റിസർച്ച് ചെയ്ത് ഞാൻ എത്തിയ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ബിക്കോസ് ദ ഫ്യൂച്ചർ ലുക്സ് വെരി ബ്രൈറ്റ് ഫ്രം ഹിയർ. You have taken the right decision. You might have wasted a little bit of time, but Anna decided that it was the right thing for you. This is not a story of success, but rather a story of many failures. Hi, I'm Reza Baker, an ACCA affiliate, registered mentor for Oxford Brookes University, faculty at the Indian Institute of Commerce Lakshya, and a senior business consultant for Better India Business Consultancy. Present age teenagers face a huge question. After 10th, എന്ത് ചൂസ് ചെയ്യണം? After 12th, എന്ത് ചൂസ് ചെയ്യണം? ഡിഗ്രിക്ക് പോകണോ? പ്രൊഫഷണൽ കോഴ്സിന് പോകണോ? ഡിഗ്രിക്ക് പോയാൽ തന്നെ ആഫ്റ്റർ ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ജനറേഷനാണ് നമ്മളുടെ ഇന്നത്തെ ടീനേജേഴ്സ്. അതേപോലത്തെ ഒരു ടീനേജറായിരുന്നു ഒരു കാലത്ത് ഞാനും. അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഹ്യൂജ് കരിയർ പാത്വേ എന്താവാണ്, അതേപോലെ മാപ്ഡ് ഔട്ട് ആവാണ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ചൂസ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഒരു ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് ഇൻ എ പേഴ്സൺസ് ലൈഫാണ്. ആസ് എ ടീനേജർ ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. സോ ഞാൻ എടുത്ത ഡിസിഷൻ ആയിരുന്നു സയൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. So why I chose science was that, see, definitely doctor ആവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രസ്റ്റീജിയസ് തിങ് അല്ലേ. സൊസൈറ്റിയിൽ ഹ്യൂജ് പ്രസ്റ്റീജ് കിട്ടും, ഹൈ പാക്കേജ് കിട്ടും അല്ലേ. സൊസൈറ്റിയിൽ മൊത്തത്തിലുള്ള റെസ്പെക്റ്റും നമ്മുടെ ആ ഒരു ഗെറ്റപ്പും എല്ലാം ഭയങ്കര വലിയ സെറ്റപ്പാണ്. അപ്പോൾ അതൊരു സ്വപ്നം കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു പാത്വേ ചൂസ് ചെയ്തു. ലെറ്റ്സ് ഗോ ഫോർ സയൻസ് പാത്വേ എടുത്തിട്ട് ഒരു ഡോക്ടർ ആവാം. യെസ്, അപ്പോൾ ആ പാത്വേ എടുത്തു. ഐ പുട്ട് ഇൻ ഓൾ മൈ എഫേർട്സ്. ഞാൻ +1 +2 പഠിച്ചു. ആൻഡ് ആഫ്റ്റർ +1 and +2 ഞാൻ എടുത്ത ക്രിട്ടിക്കൽ ഡിസിഷൻ ആയിരുന്നു നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് പോവാം. യെസ്, അത് നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് മാത്രമേ +1 +2 കൂടെ തന്നെ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. നീറ്റിന് വേണ്ടിയുള്ള ചെറിയ കോച്ചിങ്ങിനൊക്കെ പോയിട്ട്. അത് സൂൺ ആഫ്റ്റർ 12th ആൻഡ് ആഫ്റ്റർ ജോയിനിങ് ഫോർ എ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കോച്ചിങ്, അതിന് പോയി കഴിഞ്ഞതിന് ശേഷം ഫേസ് ചെയ്ത ഒരു ഹ്യൂജ് ചാലഞ്ച് ആയിരുന്നു ദ നീറ്റ് എൻട്രൻസ് എക്സാം. അപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഐ പുട്ട് ഇൻ ഓൾ മൈ എഫേർട്സ്. ഞാൻ പഠിക്കുന്ന ഷെഡ്യൂൾ വാസ് ടു ഹെക്ടിക്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓടിപ്പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും പഠിക്കാനിരിക്കും. 6 മണി തൊട്ട് രാത്രി 12:30 1 മണി വരെ ഇരുന്ന് പഠിക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് വീണ്ടും എണീച്ച് പഠിക്കും. ഇതൊക്കെ ഹോസ്റ്റൽ റൂൾസ് ആണ്. ഒരുവിധം എല്ലാ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലെയും ഒരു റൂളുമാണത്. ഇതേപോലെ ഞാനും ഫോളോ ചെയ്തു. മൈ A to Z എഫേർട്ട് ഇട്ടു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്തു. യെസ്, ബട്ട് മൈ മാർക്സ് വർ നോട്ട് എഫിഷ്യൻറ്റ് ഇനഫ് ടു ആക്ച്വലി ഗെറ്റ് എ മെഡിക്കൽ സീറ്റ്, ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്. അപ്പോൾ ഐ വാസ് ഡെവസ്റ്റേറ്റഡ്. ചത്ത് കടന്ന് പഠിച്ച് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് കിട്ടിയില്ല. സി, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് മൈ ഫോൾട്ട്, എൻ്റെ ഫോൾട്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ദ ഇന്ത്യൻ കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യ ഫോർ ദ മെഡിക്കൽ സീറ്റ്സ് ഫോർ എഞ്ചിനീയറിംഗ് സിവിയർലി ഹൈ ആണ്. അപ്പോൾ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഒരു കൊല്ലം പോയി. കൂടെ പഠിച്ച മെജോറിറ്റി ആൾക്കാരും ഡിഗ്രി 2nd ഇയർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ, ഒരു ഹ്യൂജ് കൺഫ്യൂഷൻ പോയിന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തൊരു വേറെ പാത്വേ ആണ് NDA, National Defense Academy. Yes, I did well, but still that was a hard journey for me. അതും എനിക്ക് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഒരു 1.5 years ഓഫ് മൈ ലൈഫ് ഞാൻ വേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ഒരു റിഗ്രറ്റ് ആയിരുന്നു, വൈ ഡിഡ് ഐ ടേക്ക് ദിസ് ഡിസിഷൻ. കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. ദേ ആർ ഗോയിങ് സംവെയർ, ബട്ട് ഐ എം സ്റ്റക്ക്. ബട്ട് അന്ന് ഞാൻ സ്റ്റക്കായതിന് പിന്നെ വന്ന ഒരു ബോധോദയം, റിസർച്ച് ചെയ്യണം. സി, വൈ ഇസ് എവറിബഡി റണ്ണിങ് ബിഹൈൻഡ് മെഡിസിൻ, വൈ ഇസ് എവറിബഡി റണ്ണിങ് ബിഹൈൻഡ് എഞ്ചിനീയറിംഗ്? ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, അതെന്ത് ചെയ്യാൻ നോക്കി, മാക്സിമം ഡിസ്കവർ ചെയ്യാൻ നോക്കി.
സോ അന്നാണ് ഞാൻ ഒരു ആക്ച്വൽ റിസർച്ച് മോഡിലേക്ക് പോയത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോഴ്സസ് ദാറ്റ് ക്യാൻ ഓഫർ എ സിമിലർ ലൈഫ് സ്റ്റൈൽ ദാറ്റ് എ ഡോക്ടർ ഹാസ് ഓർ ദാറ്റ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് എഞ്ചിനീയർ ഹാസ്. അങ്ങനെ റിസർച്ച് ചെയ്ത് ഞാൻ എത്തിയ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. കൊമേഴ്സ് ഫീൽഡിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് ചാടിയ പണി കിട്ടുമോ. പക്ഷേ അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു കൂടുതൽ അറിയാൻ വേണ്ടി. യെസ്, ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ഫോർ സയൻസ് സ്റ്റുഡൻസ് ഇൻ ദ കൊമേഴ്സ് സ്ട്രീം. റിസർച്ച് ചെയ്തു, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തു, കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. ആൻഡ് ഫൈനലി ഐ ഡിസൈഡ് ടു പെർസ്യൂ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ പിന്നെ അറിഞ്ഞത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈസ് ബേസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കൺട്രീസ് ബൈ ഡിഫറെൻറ്റ് ബോഡീസ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചുകൂടെ ലോങ് ടേം കരിയർ ഗോൾസ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റിക്കിംഗ് ടു ഇന്ത്യ. എനിക്ക് ഏർണിംഗ് പാക്കേജ് വേണം, എനിക്ക് ദാറ്റ് സ്റ്റാറ്റസ് വേണം, ആൻഡ് ഓൾസോ ഐ നീഡ് ടു ബി ഏബിൾ ടു വർക്ക് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് എനിക്ക് തോന്നി ACCA. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ആപ്റ്റ് ഫോർ മീ. അങ്ങനെയാണ് ഞാൻ ACCA ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. And once I started my journey, fast forwarding it to 2021, 22, to those years, once I completed my qualification, the success that I saw was pretty huge compared to what I had faced in the past. So if I could go back in time travel ചെയ്യാൻ പറ്റുമെങ്കിൽ I would have gone back to that boy who was lost after 12th. I'm പറഞ്ഞിട്ടുണ്ടായിരുന്നു, you have taken the right decision. You might have wasted a little bit of time, but അന്ന് ആ decision എടുത്തത് it was the right thing for you because the future looks very bright from here. അപ്പോൾ ആ റിയലൈസേഷനിലേക്ക് എത്തിയത് കൊമേഴ്സിലേക്ക് വന്നപ്പോഴാണ്, ടു ബി മോർ പ്രിസൈസ് ACCA വന്നപ്പോഴാണ്. ബട്ട് അന്ന് എനിക്ക് മനസ്സിലായതാണ്, വെനെവർ യു ആർ ഗോയിങ് ഫോർ an option that is regarding your life, നമ്മൾ ബെസ്റ്റ് പ്ലെയറിനെ തന്നെ എപ്പോഴും ചൂസ് ചെയ്യണം. സോ ACCA ബീങ് a well reputed qualification, it's not something that you can just പെട്ടെന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഐറ്റം അല്ല. You have to work for it. സോ അന്ന് ഞാൻ ഡിസൈഡ് ആണ്, if I'm going to study ACCA, I'm going to study ACCA with the best. അന്നാണ് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത്. I joined Lakshya at the Calicut branch back in June 2018. To be more precise, 29th of June 2018. Date very specifically ഓർമ്മ ഉണ്ടാവാൻ കാര്യം, it changed my life that day. അപ്പോൾ അന്ന് ജോയിൻ ചെയ്തിട്ട് അന്ന് ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു റിഗറസ് ആയിട്ടുള്ള സ്റ്റഡി പാറ്റേൺ, അന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ഫെസിലിറ്റീസ്, ദ ഇൻഫ്രാസ്ട്രക്ചർ, എവറിത്തിങ് പുഷ് മീ ടു സിറ്റ് ആൻഡ് സ്റ്റഡി. അതായത് ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ആഫ്റ്റർ ക്ലാസ്സസ് അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് കുറച്ച് നേരം കൂടെ എക്സ്ട്രാ ഇരുന്ന് പഠിച്ച് അങ്ങനെ ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. സോ ആ ഒരു സ്റ്റഡി മെത്തേഡ്, അതായത് ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു എന്നല്ല, നമ്മൾ ഇരിക്കുന്ന സമയം ക്വാളിറ്റിയിൽ 2 or 3 hours per day ഇരുന്ന് പഠിച്ചു. ആൻഡ് ബൈ ഫോളോയിങ് ദാറ്റ് സ്ട്രിക്റ്റ് റൂട്ടീൻ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റി, കോഴ്സ് തീർക്കാൻ പറ്റി. ആൻഡ് ഹൗ ഡിഡ് ഐ ബിക്കം എ ഫാക്കൽറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് അഗെയിൻ മൈ ലൈഫ് ഹിയർ അറ്റ് ലക്ഷ്യ. ഞാൻ എൻ്റെ ഫൈനൽ P-level പേപ്പേഴ്സ് ആദ്യമായിട്ട് കയറുന്ന സമയത്ത് ഞാൻ കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് വരാം. ഐ വാസ് എ കാലിക്കറ്റ് സ്റ്റുഡൻറ്റ്, ബട്ട് കൊച്ചിയിലേക്ക് ജസ്റ്റ് ഒരു ഫോർ ചേഞ്ച് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ജസ്റ്റ് ടു എക്സ്പ്ലോർ ദ ലൈഫ് സ്റ്റൈൽ ഒന്ന് കൊച്ചിയിലേക്ക് വന്നതാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം ദർ വാസ് സോ മെനി ഇവൻറ്റ്സ് ഹാപ്പനിങ് ദാറ്റ് ഡേ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ ജസ്റ്റ് അന്നത്തെ എല്ലാവരും കൂടെ അക്കാഡമിക്സ് ടീം എന്നെ പുഷ് ചെയ്ത് സ്റ്റേജ് കയറ്റിയതാണ് ഒരു സ്പീച്ച് പറയാൻ. സോ അന്ന് സ്പീച്ച് പറയാൻ കയറിയതും, see, I'm generally a person with huge stage fear, ഭയങ്കര സ്റ്റേജ് ഫിയർ നിങ്ങൾക്ക് പണ്ടൊക്കെ. ബട്ട് ഇങ്ങനെ ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ഓൺ സ്റ്റേജ്, ഐ വാസ് ഏബിൾ ടു അഡ്രസ് എ ഹ്യൂജ് ക്രൗഡ്, മൈക്ക് പിടിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് ടു ഫേസ് സിനാരിയോ ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐ വാസ് പ്രിറ്റി ഡാം കോൺഫിഡൻറ്റ്. പിന്നെ മനസ്സിലായി എന്താണ് സ്റ്റേജിൽ കയറിയാൽ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി തുടങ്ങി. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, വൺസ് ഐ മെയ്ഡ് ദ പ്രോപ്പർ കണക്ഷൻസ്, ഐ വാസ് പ്രിറ്റി ഷുവർ ദാറ്റ് ലൈഫിലൊരു ഫാക്കൽറ്റി ഐ വിൽ ബി വെരി ഗുഡ് ഫോർ മീ. ആൻഡ് ഐ എം അക്കാഡമിക്കലി ക്വൈറ്റ് സ്ട്രോങ്. അക്കാഡമിക്കലി പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള, അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും താല്പര്യമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് എന്നാൽ പിന്നെ ലെറ്റ് മീ ചൂസ് ദിസ് ആസ് എ കരിയർ പാത്ത്. അതായിരുന്നു മൈ ഫസ്റ്റ് ജോബ്. ഞാൻ ലക്ഷ്യയിൽ തന്നെ ഒരു മെൻറ്ററായിട്ട് ജോയിൻ ചെയ്തു. ആൻഡ് ഈവൻ ആഫ്റ്റർ ജോയിനിങ് ആസ് എ മെൻറ്റർ പെട്ടെന്ന് തന്നെ എനിക്ക് ടീം ലീഡിലേക്ക് മാറാൻ പറ്റി ആഫ്റ്റർ മൈ കോൺട്രിബ്യൂഷൻസ് ടു ദി ഓർഗനൈസേഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയേക്കാം. ആൻഡ് ഡ്യൂറിങ് ദ ജേർണി ഐ തോട്ട് ഞാൻ എൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഐ വെൻറ്റ് ടു EY, ഏൺസ്റ്റ് ആൻഡ് യങ്, എ ബിഗ് 4 firm. അവിടെ ഞാൻ ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബട്ട് ദാറ്റ് ടു ഹാവിങ് ടീച്ചിങ് ഓൺ ദ സൈഡ്, അത് എപ്പോഴും വിട്ടിട്ടുണ്ടെങ്കില EY ആൻഡ് ടീച്ചിങ് ഒരുമിച്ച് ഐ വാസ് ഏബിൾ ടു മാനേജ് ഇറ്റ്. സോ ടീച്ചിങ് വാസ് പ്രിറ്റി മച്ച് എ പാഷൻ ഫോർ മീ. ആൻഡ് വേറാസ് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ACCA പ്രൊവൈഡഡ് ഭയങ്കര ഹ്യൂജ് ചെയ്യുന്നു. ഒരുപാട് ജോബ് പ്രൊഫൈൽസൊക്കെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഞാൻ പോയതാണെന്ത് ടാക്സ് കൺസൾട്ടൻസിയിലേക്ക്. അങ്ങനെ ടാക്സ് കൺസൾട്ടൻസിയിലേക്ക് പോയി അറ്റ് EY ആൻഡ് ഐ ഗോട്ട് മൈ എക്സ്പീരിയൻസ്. And nowadays, like I said earlier, with Better India Business Consultancy, I'm working as a senior business consultant, like different tax based ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പോകാറുണ്ട്.
So I work with them, I work with Lakshya, and also I'm a registered mentor for Oxford Brookes University. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഒരു ഡിഗ്രി എടുക്കാനുള്ള ഓപ്ഷൻ ACCA കൊടുക്കുന്നുണ്ട് ബൈ ഡൂയിങ് എ പ്രോജക്റ്റ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് റിജിസ്റ്റർഡ് മെൻറ്ററുടെ അടിയിൽ തന്നെ വർക്ക് ചെയ്യണം, ആൻഡ് ഐ എം ഏബിൾ ടു ഗൈഡ് ദം ഓൺ ദാറ്റ് ടു. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ എടുത്ത ആളെന്ന സ്ഥിതിക്ക് ഐ എം ഏബിൾ ടു പുഷ് ദം എ ലോട്ട്, ആൻഡ് ബൈ ദം അവർക്കും ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ കിട്ടിക്കോട്ടെ. So ultimately, it's not just about me, but rather, boosting the overall, youth of the Lakshan family.